ഹലോ ഗൈസ്, വെൽക്കം ടു ത്രിപകൗസാൻഡി. ഇതുപോലെ തന്നെ ഞാനൊരു 4-5 വ്ളോഗ് കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇതുവരെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല. സ്റ്റിൽ ഞാൻ വ്ളോഗ് എടുക്കും. അതാണ് അതിന്റെ ഒരു മര്യാദ. സോ നമ്മളിപ്പോ എവിടെയാണ്? ആക്ച്വലി ഞങ്ങൾ കോഴിക്കോടാണ്. ഞങ്ങള് കോൺഫറൻസിന് വന്നാണ്. ഞങ്ങളിപ്പം ബീച്ചിൽ പോകുന്നു. ഏത് മോഡ്? ബീച്ച് മോഡ്. സോ ഞങ്ങൾ ഓട്ടോ വ്ളോഗിലേക്ക് ലെനയെ കാണിക്കാം. ലെന തിരി ലെന. ഞാൻ മര്യാദക്ക് വ്ളോഗ് എടുക്കാതിരിക്കുമായിരുന്നു. എന്നോട് ചോദിച്ച് സാൻഡി വ്ളോഗ് എടുക്കുന്നില്ലെന്ന് ചോദിച്ചിട്ട് ഞാൻ വ്ളോഗ് എടുത്തപ്പോ അവള് തിരിഞ്ഞ് വഴി നോക്കുന്നില്ല. നോക്കണേ ലെന, നിന്റെ ഫാൻസ് കണ്ടല്ലോ. നോക്കില്ലെന തീർന്നു. ഞാൻ എപ്പോഴേലും മൊന്ത കാണിച്ചു തരാം, അല്ലാതെ കാണിക്കാൻ പറ്റില്ല ഗൈസ്. സോ നമ്മളിപ്പോൾ ബീച്ചിൽ പോവാണ്. അത് കഴിഞ്ഞ് നമ്മൾ നെഹദി പോകും. നെഹദി മന്തി പോയി കഴിച്ച് പറ്റില്ല. നെഹദി പോണം. നെഹദി പോയേ പറ്റുള്ളൂ. നമ്മൾ നെഹദി പോകും. നാളെ പാരഗണിൽ പോയിരിക്കും 100%. നാളെ പാരഗണിലെ ബിരിയാണി, ഇന്ന് നെഹദിന്ന് മന്തി. ഏത് മൂഡ്? റിച്ച് മൂഡ്. വീട്ടിൽ ഞാൻ തിരിച്ച് എറണാകുളം ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ 5 പൈസ ഉണ്ടാകുമ്പോൾ സ്റ്റിൽ അതാണ് അതിൻ്റെ ഒരു മര്യാദ. ഏത് മൂഡ്? അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് ബീച്ചെത്തി. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കൂടെ നിറച്ചാള്. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഫസ്റ്റ് ഞങ്ങളുടെ കണ്ണിൽ പെട്ടത് ഉപ്പിലിട്ടത്. എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയാം. പൈനാപ്പിൾ, പേരയ്ക്ക, മാങ്ങ, നെല്ലിക്ക, എവ്രിതിങ്. പക്ഷെ എനിക്ക് വേണ്ടിയിരുന്ന ഈ സാധനമായിരുന്നു. ഐസ് സംതിങ്, എന്താ അതിന് പറയുന്നത് എനിക്ക് എക്സാക്ട്ലി അറിയില്ല. ഐസ് വരുതി റൈറ്റ്, അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. അത് അറിയാവുന്നൊരു കമൻറ്റിൽ പറ. സോ ഞങ്ങൾ അതൊരു മിക്സ്ഡ് ഐസിൻ്റെ സാധനം മേടിച്ചു. സ്വീറ്റ് ആൻഡ് മിക്സ്ഡ് ആയിരുന്നു കിടന്നത്. അപ്പം ഞങ്ങൾ മിക്സ്ഡ് മേടിച്ചു. പൈനാപ്പിൾ ഇതാണ് എനിക്ക് പേരറിയാത്ത ഐസിൻ്റെ സാധനം. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സീൻ സാധനം. ഞങ്ങൾ കല്ലുമ്മക്കായ വാങ്ങിച്ചു. ഇതെങ്ങനെയാണ് കഴിക്കുന്നതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. അത് വേറെ ഇതെങ്ങനെ കഴിക്കുന്നത്? ഫൈനലി ഞാനത് കണ്ടുപിടിച്ചു. ഇതിങ്ങനെ പൊട്ടിച്ചാണ് കഴിക്കുന്നത്, അല്ലാതെ നേരെ കയറി കടിക്കരുത്, പല്ലൊടിഞ്ഞു പോകും. ഭാഗ്യത്തിന് ഒടിഞ്ഞില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഫുഡിങ് എല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം വീഡിയോസും ഫോട്ടോസും എടുത്ത് കടലിലെ വെള്ളത്തിലും കളിച്ച് കുത്തിയിരുന്നു കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. നമ്മൾ എങ്ങോട്ടാ? എങ്ങോട്ട്? നെഹദി വന്നു ഗൈസ്. ഞങ്ങൾ നെഹദിയിലോട്ട് നടക്കുകയാണ്. കോഴിക്കോട് ഇസ് ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഐ ലൈക്ക് ഇറ്റ്. കുറേ ലൈറ്റ്സ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. സമന്തൊക്കെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ നെഹദിയിലോട്ട് പോകുന്നത് ആക്ച്വലി നടന്നാണ്. നമുക്ക് വഴി അറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഗൂഗിൾ മാപ്പ് പോവാ നടങ്ങിയിരിക്കും. ഏത് മൂട്? എൻ്റെ വായി നീ പണ്ടാരം പോകുന്നില്ല. എങ്ങനെ വായി കയറിയാന്ന് ഓർമ്മയില്ല. ഇഷികയാണെന്ന് തോന്നുന്നു. തെണ്ടി നീ കാണുന്നുണ്ടെങ്കിൽ ഈ സാധനം എൻ്റെ വായിന്ന് പോകുന്നില്ല. പണ്ടാരം ഈ 2-3 ദിവസമായിട്ടേ. കഴിഞ്ഞ ദിവസം ഷൂട്ടിനൊക്കെ പോയപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ ഓരോ ഷോട്ട് ഒക്കെ ആണെങ്കിൽ ഞാൻ ഏത് മൂട് അവർക്ക് മനസ്സിലാവുന്നില്ല എന്തുവാ ഞാൻ ഈ പറയുന്നതെന്ന്. ഞാൻ ഓക്കെ ഷോട്ട് ഓക്കെ ആണെന്നാ പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ഏത് മൂട്? അവരാണെങ്കിൽ എന്ത് തേങ്ങയായി കാണിക്കും. കിരൺ ചേട്ടനുള്ളതുകൊണ്ട് പുള്ളിക്കാരൻ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഏത് മൂട്? വാട്ട് ഹാപ്പൻസ് ഫോർ മീ? Me too. So നമുക്ക് പോയി ഫുഡ് കഴിക്കാം. We just arrived at our destination. ഒട്ടും തിരക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അവിടെ ചായയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഫസ്റ്റ് മന്തി ആയിരുന്നു മൈൻഡിൽ. സോ ഞങ്ങൾ അവിടെ കുത്തിയിരുന്നു. കുറച്ച് വീഡിയോസ് അവിടെ നിന്നും എടുത്തു, പിക്ചേഴ്സ് എടുത്തു. ആൻഡ് ഫൈനലി ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയപ്പോഴത്തേക്കും സുറുമയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫുഡ് എന്താ വരാത്തത്? വിശന്നാൾ സുറുമി എല്ലാം ഉണ്ടാകും. ഹേയ് ഹരിയ, വിമല, എല്ലാരും ഇവിടെ വരൂ. ഇതാണ്
ദിസ് ഇസ് ലെന. സി എല്ലാരും കാണൂ. ഫുഡ് വന്നപ്പോൾ സുറുമിയുടെ റിയാക്ഷൻ നിങ്ങൾ എങ്ങനെയും ഇതൊന്ന് തീർക്കുക എന്നായിരുന്നു. ക്യാമറ ഇറ്റ്സ് ഫസ്റ്റ് എന്നാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ഹാപ്പിലി ഞങ്ങളുടെ ഹോട്ടൽ റൂമിലോട്ട് പോയി. സോ ഇന്നത്രേ ഉള്ളൂ. ഓക്കെ ബൈ.